അങ്കണവാടി ജീവനക്കാരുടെ ലീവ് എടുക്കൽ പ്രശ്നം വലിയ വിഷയമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ഫയലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കാൻ ഞാനും പോയിരുന്നു. കാരണം ഇതെന്താണ് കാര്യങ്ങളെന്ന് പഠിക്കുക എന്നുള്ള നിലയിൽ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാനും ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. പലരെയും ഫോൺ ചെയ്തും അല്ലാതെയൊക്കെ ഞാൻ വിവരങ്ങളെടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന മറ്റ് ചില വിവരങ്ങളുണ്ട്. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇതെത്തിക്കുക. എല്ലാവരും ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക. അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകുക. നിങ്ങളുടെ ആവലാതികളും പരാതികളും നിർദ്ദേശങ്ങളും വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ലീവിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ലീവ് എന്ന് പറഞ്ഞാൽ 6 മാസം ലീവ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ക്ഷേമനിധി കട്ടാവുന്നു. പിന്നെ അത് തിരിച്ചടയ്ക്കാൻ അവർക്ക് അവസരം കിട്ടിയില്ല. അങ്ങനെ 10-300 പേരുടെ പെൻഷൻ നിൽക്കുന്നു. അതൊരു പ്രതിസന്ധിയാണ്. സർക്കാരിൽ ഫയലുണ്ട്. തീരുമാനം വരുന്ന മുറയ്ക്ക് അവർക്ക് പെൻഷൻ പൈസ അടച്ച് തീരുമാനമാക്കാം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അവർക്ക് 20 ലീവാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ 20 ലീവ് എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു 2 ലീവ്, 24 ആണല്ല, 24 12 മാസം ഉണ്ടല്ലോ. അപ്പോൾ എന്നാലും ആവറേജ് ഒരു 2 ലീവ് എടുക്കാം. മൂന്നാമതൊരു ലീവ് ചോദിച്ചാൽ കൊടുക്കത്തില്ല. എന്തോ ഒരു പാതകം പോലെ. സർക്കാർ ഈ കൊടുക്കാതിരിക്കുന്ന CDPAയ്ക്കോ അല്ലെങ്കിൽ ICDS ഓഫീസർക്കോ അങ്ങനെ അല്ലല്ലോ. 20 ലീവ് ഉള്ളതിൽ 2 ദിവസം അല്ലല്ലോ ലീവ് എടുക്കാൻ പറ്റും. എന്നാൽ സുഖമില്ലാതായ 3 ദിവസം ലീവ് എടുക്കാമല്ലോ, 5 ദിവസം ലീവ് എടുക്കാമല്ലോ. ലീവ് കൊടുക്കൂല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, 1 മാസത്തിൽ ലീവ് എടുത്താൽ പറയും 1 മാസം ലീവ് വരാൻ പറ്റത്തില്ല. 1 മാസത്തെ ആവശ്യത്തിന് 5 മാസം ലീവ് എടുക്കേണ്ട കാര്യമുണ്ടോ? 1 മാസം ആവശ്യത്തിന് സുഖമില്ലാതായി ഹോസ്പിറ്റലിലായി, എന്തെങ്കിലും നല്ല ചികിത്സയായി, മോളെ കല്യാണമായി, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് 1 മാസം ലീവ് ചോദിച്ചാൽ 1 മാസം ലീവ് കൊടുക്കൂല. ഒന്നിൽ 3 മാസം എടുത്തോണം, അല്ലെങ്കിൽ 6 മാസം എടുത്തോണം. അപ്പോൾ 1 മാസത്തേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അംഗനവാടി വർക്കറോ ജീവനക്കാരിയോ അല്ലെങ്കിൽ ഹെൽപ്പറോ 3 മാസമോ 6 മാസമോ പുറത്ത് നിൽക്കേണ്ടി വരിക. എന്തേ 1 മാസം ലീവ് കൊടുത്താൽ ആയിരക്കണക്കിന് ആളുകളല്ലേ ലിസ്റ്റിൽ നിങ്ങളുടെ ജോലി തിരക്കി നിൽക്കുന്നത്. ഡെയിലി വേജസിന് പോലും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. 3 ദിവസം ലീവ് ചോദിച്ചാൽ കൊടുക്കണം. 20 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ലീവ് കൊടുക്കണം. ലീവ് പോകുന്ന സമയത്ത് നിങ്ങൾ പകരം ആളെ വെച്ചോളൂ. അംഗൻവാടിയെ മുടക്കണമെന്ന് പറയുന്നില്ല. പകരം ആളെ വെക്കാൻ ലിസ്റ്റ് എടുത്ത് വെച്ചോളൂ. അങ്ങനെയല്ലേ സർക്കാർ ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ അതിൽ നിന്ന് ആരെങ്കിലും ലീവ് എടുത്ത് പോയാൽ പകരം അവർക്ക് കൊടുക്കാം. ശമ്പളമില്ലാത്ത ലീവ് വരുമ്പോൾ ആ ശമ്പളം മറ്റവർക്ക് കൊടുക്കാമല്ലോ. അത് പറ്റുന്ന കാര്യമാണല്ലോ. ഇനി മറ്റൊരു തമാശ കൂടെയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അങ്ങനെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ തന്നെയാണ്. അവരെന്ത് ചെയ്യും? ലീവൊക്കെ കൂട്ടി വയ്ക്കും. ഓണത്തിനോ ഡിസംബറിനോ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാനോ ടൂർ പോകാനോ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കും. മിക്കവാറും എല്ലാ സർക്കാർ ഓഫീസിലും ഡിസംബറൊക്കെ ആകുമ്പോൾ ലീവ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എടുക്കാൻ വേണ്ടി ലീവായിരിക്കും. 5, 10, 15 ദിവസമൊക്കെ എല്ലാവരും ലീവായിരിക്കും. പക്ഷേ ഇവിടെ അത് പറ്റൂല. ഇവിടെ ലീവ് എടുക്കാതെ കഷ്ടപ്പെട്ട് ലീവെല്ലാം കൊടുത്ത് ജോലി ചെയ്താൽ, ആ ജോലി ചെയ്താലും അവസാനം എന്ത് സംഭവിക്കുക? 5 or 10 ലീവ് ഒന്നിച്ചുണ്ടെങ്കിൽ അത് എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോഴും 2 ലീവേ കൊടുക്കത്തുള്ളൂ. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഏത് നിയമത്തിലാണ് ഉള്ളത്? ഇല്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് CDPOമാരും ICDS ഓഫീസർമാരും അതുപോലെ തന്നെ സൂപ്പർവൈസർമാരും എന്താ പറയുക, അവരെന്താ ചെയ്യുന്നറിയില്ല. ഇല്ലാത്ത നിയമങ്ങളാണ്. തിരികെ പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലീവ് സറണ്ടർ ഉണ്ട്, ഏൻഡ് ലീവ് ഉണ്ട്, ഹാഫ് പേ ലീവ് ഉണ്ട്, എന്തെല്ലാം തരത്തിലുള്ള ലീവുകളാണുള്ളത്. ഇതെല്ലാം പിന്നെ മെഡിക്കൽ ലീവ് ഉണ്ട്. ഇതെല്ലാം ഉള്ള സംവിധാനം നിൽക്കുമ്പോഴാണ് പാവപ്പെട്ട 20കാരുടെ ലീവിൽ കൈയിട്ട് വാരി അവരേതെങ്കിലും 1 മാസം ലീവ് എടുത്താൽ 3 മാസം അവർ ലീവ് എടുക്കണമെന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്ന വലിയ കാഴ്ചപ്പാടാണ് ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ലീവിൽ. ഇത് ഹരിത S. കുമാർ, നമ്മുടെ IAS, പിന്നെ ഇതിൻ്റെ ICDSൻ്റെ അതായത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള ഹരിത S. കുമാർ IAS അവർ മാഡം, ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ലീവ് എടുക്കുന്നതിനുള്ള വിവേചനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിൽ കൃത്യമായ ഒരു ഡയറക്ഷൻ താഴേക്ക് പോകേണ്ടതാണ്. അംഗൻവാടി നടക്കണം, വളരെ പ്രധാനമാണ്. എല്ലാ ദിവസവും അംഗൻവാടി നടക്കണം. കുട്ടികൾ വരുന്ന സ്ഥലമാണ്, നടക്കണം. പക്ഷേ ഇവരുടെ തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ കൂടി പരിഹരിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ലീവ് എന്നത് ഒരു കുരിശാകരുത്. 20 ലീവ് എന്നത് പലപ്പോഴും ഇവർക്കൊരു കുരിശായി നിൽക്കുന്നു. അത് ഞാനീ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലീവുകൾ കൂടി അനുവദിച്ചുകൊണ്ട് അവർക്ക് ലീവിൻ്റെ ഒരു കൃത്യമായ ഒരു നിയമം, ഒരു സർക്കുലർ താഴേക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.